പിന്നെ വേറൊരുത്തൻ ഇതേപോലെ കേൾപ്പിച്ചു തരാം. അൻവിൻ എക്സ്പോസ്ഡ് ഒന്നും ഇപ്പൊ കുറെ ദിവസമായിട്ട് ഈ അൻവിന്റെ കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അൻവിൻ എന്റെ ടീഷർട്ട് കമ്പനിയിലെ ഒരു ഇൻവെസ്റ്റർ ആണ്, മനസ്സിലായോ? പുള്ളിയുടെ പേഴ്സണൽ കാര്യവും പുള്ളിയുടെ അവിടുത്തെ കാര്യങ്ങളും ഒന്നും എനിക്ക് നോക്കേണ്ട ആവശ്യം, എനിക്ക് കാണേണ്ട ആവശ്യം. അൻവിൻ എക്സ്പോസ്ഡ് ഒന്നും ഇവന്റെ വേറൊരു വീഡിയോ ആ വീഡിയോ ഡ്രോയിങ് ഡേയ്സ്. ഈ ലൈവ് കഴിയുമ്പോഴത്തേക്കിന് ഈ വീഡിയോ ഇവിടെ കിടക്കുവാണെങ്കിൽ ഇത് ഞാൻ സ്ട്രൈക്ക് തരും നിനക്ക്, ഒരു അംശമില്ല. നീ ഏത് തീട്ടമാണേലും എനിക്ക് ഞാൻ ഇത് സ്ട്രൈക്ക് തരും. ഞാനത് ഇവരെ ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ. ക്യാമറയ്ക്ക് മുമ്പിൽ എത്ര നാൾ അഭിനയിച്ചാലും കള്ളത്തരം ഒരു നാള് പുറത്തു വരും. പരന്തുവാസുവിന്റെ എത്തിക്സ് എവിടെ പോയി? ഇപ്പൊ ഒരു ആരോപണം വന്നപ്പോ അണ്ണനെ മിണ്ടാട്ടമില്ല. ഇതാണ് അണ്ണന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ എത്ര നാൾ അഭിനയിച്ചു. എടാ പരുന്തുവാസുവിന്റെ എത്തിക്സ് എന്താണെന്ന് പരുന്തുവാസു വന്ന് പറഞ്ഞോളാം. ഇന്നലെ വൈകുന്നേരം 6 മണിക്കല്ലേ ഇത് വന്നത്. എന്റെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലൈവ് ഇതല്ലേ. ഈ ലൈവിൽ ഞാൻ എന്റെ എത്തിക്സ് പ്രൂവ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? നിന്നെ പോലെ മറ്റേ ഡ്രോയിങ് ഡേയ്സ് വണ്ടി ഡേയ്സ് എന്ന് പറഞ്ഞ മുഖം ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വായിട്ടിട്ട് വെറുതെ ഇരുന്ന് വായിത്താളം പറയണമല്ല എന്റെ പരിപാടി, മനസ്സിലായോ? ഞാൻ കുറച്ച് നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ക്യാമറയ്ക്ക് അടുത്തത് ഗൈസ്, പരുന്തുവാസുവിന്റെ എത്തിക്സ് കളഞ്ഞു പോയിരിക്കുകയാണ്. ആർക്കെങ്കിലും കൈ കിട്ടുവാണെങ്കിൽ ഈഗിൾ ഗെയിമിന്റെ കൊണേടി ബുക്ക് ക്യാമ്പിൽ കൊണ്ടുകൊടുക്കണം. കൊണ്ടുതരണേ. ആരെങ്കിലും കൈ കിട്ടുവാണെങ്കിൽ എനിക്കതൊന്ന് കൊണ്ടുതരണേ പ്ലീസ്, എനിക്കൊന്ന് കൊണ്ടുതരണേ. അല്ലെങ്കിൽ ഇത് ഇവന് ഭയങ്കര വിഷമോ. ആരെങ്കിലും ഒന്ന് കൊണ്ടുതരണേ. ഞാൻ ഒരു കമന്റ് ഇട്ടായിരുന്നു, അവൻ ഡിലീറ്റ് ചെയ്ത് അപ്പൊ തന്നെ. ഇതിന്റെ കമന്റ് ഒന്നും വരില്ലേ? കമന്റ് ഒന്നും വരൂലേ? എത്തിക്സ് പഠിപ്പിക്കണം നീ എന്നെ. എന്റെ എത്തിക്സ് എന്താണെന്ന് എന്റെ ലൈവ് കാണുന്നവർക്കറിയാം.